വൃത്തിട്ടോളെ കിടന്നങ്ങ് തൂക്കാണല്ലോ. എന്താ തൂക്കണ്ടേ? നിന്റെ ഡ്രസ്സ് നോക്കടി, ആ കഴുത്ത് നോക്ക്, ഇറങ്ങി കിടക്കുന്നു. ഓരോത്തിനോട് കിടന്നൊരു തൂപ്പമുള്ള. നേരെയല്ലേ കിടക്കുന്നേ? നീ എന്നെ തിരുത്താൻ വരല്ലേ? നീ ഒന്നും അല്ലല്ലേ, നീ കെട്ടിയോളല്ലേടി. അതങ്ങനെ രാവിലെ പല്ല് തേക്കാനും ടെറസിന്റെ മുകളിൽ കയറുന്ന ആണുങ്ങളെ കാണിക്കണമല്ലോ അവർക്ക്. കിടന്നൊരു തൂപ്പമുള്ള. നിങ്ങൾ എന്ത് വൃത്തിയേടായി പറയുന്നേ? നിന്റെ വീട്ടിൽ നീ ഇങ്ങനെ ആയിരിക്കും, നിന്റെ അച്ഛനും ചേട്ടനൊന്നും കുഴപ്പം കാണുമായിരിക്കും, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട് കേട്ടല്ലേ. എന്നാ ഇതിട്ടല്ലാതെ നീ പുറത്ത് കൊണ്ടുപോകരുത് കേട്ടല്ലേ. കണ്ട ആര് നിൽക്കുന്ന ഞാൻ നോക്കൂല, വാങ്ങിക്കുന്ന എൻ്റെ. നീ ആരോട് ചോദിച്ചിട്ടാണ് നിന്റെ അച്ഛനടുത്ത് അമ്മയടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ആരോട് ചോദിക്കണം? അവരെന്റെ അച്ഛനും അമ്മയല്ലേ? ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിക്കണം. എൻ്റെ വീട്ടിലോട് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. മാത്രമല്ല നിന്റെ അച്ഛനും അമ്മച്ചി ഇങ്ങോട്ട് കൂടെ കെട്ടിയെടുക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ മക്കളുടെ അടുത്തുള്ള സ്നേഹമൊക്കെ ഒന്ന് കുറയ്ക്കണം. മാത്രമല്ല നിനക്കൊരു കുടുംബം നോക്കേണ്ടതല്ലേ. അപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും കാണാൻ പറ്റുന്ന തരത്തില്ല. നമ്മളിവിടെ താമസമായിട്ട് 3-4 മാസമായില്ലേ. ഞാൻ പറഞ്ഞത് എനിക്കിവിടെ സുഖമെന്ന്, പക്ഷെ അത് കണ്ടു ബോധ്യപ്പെട്ടാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അവർ വരണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നേ? ഒരു കാര്യം ചെയ്യും, നീ അവരുടെ വരാൻ പറ. അവർ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ഇറങ്ങിത്തരാം. എന്നിട്ട് നിങ്ങളോട് അടിച്ച് പൊളിക്കും. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരോട് നീ പൊക്കോളാം. നീ ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആര് വരണം എപ്പോൾ വരണം എന്ന് ഞാൻ തീരുമാനിക്കും. ഞാനാണ് ഭർത്താവ്, നീയല്ല കേട്ടല്ലോ. നിന്നോട് ചോദിക്കാൻ വരുന്ന ഒരു കാര്യം ചെയ്യും, അവരോട് വരണ്ടെന്ന് പറ. നീ ഞാൻ എങ്ങനെയാ അവരോട് പറയുന്നത് വരണ്ടെന്ന്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അങ്ങോട്ട് പറഞ്ഞോണ്ടാ മതി. ഈ ഒരു തവണത്തേക്ക് പ്ലീസ്. അവിടെ എൻ്റെ നിന്ന് വാങ്ങിച്ച് കൂട്ടണമെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോ നീ, അല്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് നിന്നെ മുന്നിട്ട് തരും ഞാൻ. ആ അമ്മ എന്ത് ചെയ്യാ? ആ പിന്നെ ഞാൻ വിളിച്ചതേ, നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ഒക്കെ ആക്കിയില്ലേ? അമ്മ അതൊന്ന് ക്യാൻസൽ ചെയ്യോ? അതെ, ഇവിടെ ലാലിന് ഓഫീസിൽ നിന്ന് ഒരു ടൂറുണ്ട്, എന്തായാലും പോയേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആരും കാണൂലല്ലോ. ഇല്ല. ആ ശരി അമ്മ, ശരി. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് വരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ശരി അമ്മ, ശരി. ഞാൻ വിളിക്കാം. ഓക്കെ. എൻ്റെ ശ്രദ്ധ ഇത് എവിടെയാടി? കറി ഉപ്പ് കുറവായിരുന്നു. അതങ്ങനെ 24 മണിക്കൂറും ഫോണിലാണ്. ഒന്നെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചാറ്റ്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വിളി. എന്ന് ഉപ്പ് കൂടിയെന്നാണല്ലോ പരാതി. ഓ, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കടലിക്ക് പുറത്ത് അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് റൂമിലോട്ട് പോ. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് സമയം എടുക്കും. 10 മിനിറ്റ് തരും, കൂടുതലൊന്നുമില്ല കേട്ടല്ലോ. വന്നോളണം. പിന്നെ വരുമ്പോഴത്തേക്ക് നാറിയ വേഷത്തിൽ വന്നിട്ട് എൻ്റെ മൂഡ് കളയരുത്. എടോ, തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയാളുടെ ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയും ക്യുക്ക് ഔട്ട്പുട്ടും എന്തൊക്കെ തള്ളി മറിച്ചിട്ടാണോ താൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്? സാർ, ഈ പ്രോജക്റ്റ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ അത് പഠിച്ചെടുക്കാനുള്ള സമയമാണ്. എൻ്റെ പൊന്നു ലാലെ, ന്യായീകരിക്കാൻ നിൽക്കല്ലേ. താൻ ഇതുവരെ കൈവച്ചിട്ടുള്ള എല്ലാ പ്രോജക്റ്റിലും ഇത് തന്നെ അവസ്ഥ. താൻ എത്രയൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും അവസാനം തൻ്റെ ഔട്ട്പുട്ടിൽ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ താൻ എഴുതി വെച്ചോ? ഇല്ല സാർ, ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ, തൻ്റെ ഈ ഉണ്ണാവില്ല ഞാൻ ഇതിനു മുമ്പ് കുറെ കേട്ടിട്ടുള്ളതാണ്. താനേ സമയത്തിന് ആദ്യം പ്രോജക്റ്റ് തീർക്കുക, അല്ലെങ്കിൽ തൻ്റെ ഇൻഎഫിഷ്യൻസി ഈ ഫുൾ ടീമിന്റെ ഇൻഎഫിഷ്യൻസി ആയിട്ടാണ് ക്ലയന്റിന് തോന്നുന്നത്. ചെയ്യാം സാർ. ആവശ്യം വന്നാ എന്തൊക്കെ മോള് കൊണ്ടുവന്നെന്ന് അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടുകാർക്ക് മനുവിന്റെ അത്രയും പണം ഇല്ലെങ്കിലും അവര് മാന്യത ഉള്ളവർ തന്നെയാ. നിനക്ക് വേറെ ഒരു പണിയില്ലേ? എല്ലാം കഴിഞ്ഞു, എല്ലാം തീർത്തിട്ടായിരുന്നേ. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തോടെ നിന്റെ സോഷ്യൽ മീഡിയ പരിപാടി വെച്ച് കെട്ടിക്കൊള്ളണം കേട്ടല്ലോ. ഇൻസ്റ്റാഗ്രാമും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, ഒരു പുല്ലും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഓരോ ഊഴകൾ കാത്തിരിക്കുകയാണ് പെണ്ണുങ്ങൾ ഓൺലൈൻ വരാനായിട്ട്, മെസ്സേജ് വയ്ക്കാനായിട്ട്. ഞാൻ എല്ലാ പണിയും ഒന്ന് തീർത്തിട്ട് ഇപ്പൊ ഒന്ന് നടന്നു നിവർത്തിയതേ ഉള്ളൂ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, ഒരു കുന്തം വേണ്ട. ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണിച്ച ആകെ ഇതേ ഉള്ളൂ ഒന്ന് കാണാൻ. വേണ്ട,
ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനോട് വലിച്ചു വരെ കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. അതിനെ വിളിക്കാൻ പോലും ഒന്നും കാണൂല. പിന്നെ ഞാൻ വല്ല കഴിവില്ലാത്തതിനുള്ള വിചാരം തന്നെ നിനക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയേക്ക്. ഇതാണ് പറയുന്നത് ഒളിഞ്ഞു നോക്കുന്നത്. അതെ, ഇന്ന് വൈകുന്നേരം മാരേജ് റിസപ്ഷന് പോകുമ്പോഴേ ഇത് ഉടുക്കണോ അതോ ഇത് ഉടുക്കണോ? നീ എവിടെയാണ് പോകുന്നത്? ഇന്നലെ രാകേഷിന്റെ മാരേജ് റിസപ്ഷൻ. അതെ, അതിന് നമ്മൾ പോകുന്നില്ലേ? നമ്മൾ പോകുന്നില്ല, ഞാൻ പോകുന്നുണ്ട്. അതെന്താ? അന്ന് രാകേഷ് എന്നോട് പ്രത്യേകം പറഞ്ഞതാ വരണമെന്ന്. രാജേഷ് അങ്ങനെ പലതും പറയും. കണ്ട ആണുങ്ങൾ പറയുന്നത് തുള്ളാൻ നോക്കണോ നീ ഇവിടെ? രാജേഷ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെയാണ്, നിന്റെ കൂടെയല്ല. ഞാനേ പോകുന്നുള്ളൂ, കേട്ടല്ലോ? അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ പിഞ്ചിയ ലോക്കൽ സർവീസിൽ വരാൻ പോകുന്നത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇനി സർക്കാർ സ്കൂളിൽ പഠിച്ച നിനക്കൊക്കെ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാം. എന്നെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള വരെ കൂടെ പോകും. ഞാൻ നിങ്ങൾക്ക് എന്ത് നാണക്കേടാ വരുത്തിയേ? നീ എന്നോട് ന്യായീകരണം ചോദിക്കുവാണോ? കൂടുതൽ നാക്ക് നീട്ടണ്ട നീ. നാക്ക് നീട്ടിയതല്ല, നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. എന്ത് തേങ്ങയാണെങ്കിലും നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാനേ പോകുന്നുള്ളൂ. പകത്ത് പോ. നീ വീടും കൂട്ടി എങ്ങോട്ട് പോയതാ അറിയും? എത്ര നേരം ഞാൻ വന്നിട്ട്? ഉച്ചയോട്ട് നല്ല തലവേദന, ഞാൻ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ വരെ പോയതാ. ഓ, അപ്പൊ ഞാൻ ഇല്ലാത്ത സമയം പുറത്ത് പോയിട്ട് വരവൊക്കെ ഉണ്ട് നിനക്ക്? അങ്ങനെയല്ല, ഞാൻ ഇത് പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്, ഫോൺ കിട്ടിയില്ല. ഓരോരോ ന്യായങ്ങള്. അല്ല, നിന്റെ ഫോണോടെ? എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കുന്നത്? ഞാൻ വന്നിട്ട് മണിക്കൂറായി. വിളിച്ചിട്ടുണ്ടായിരുന്നു, സൈലന്റ് ആയിരിക്കും, ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഈ സമയത്ത് വരുന്ന പതിവില്ലല്ലോ. ഞാൻ വരുന്ന സമയമൊക്കെ നീ നോക്കി വെച്ചിട്ടുണ്ട്. സൗകര്യമായല്ലോ നിനക്ക്. ഇനി മേലെ ഞാൻ ഇല്ലാത്ത സമയത്ത് പുറത്ത് പോയി കഴിഞ്ഞോണ്ടല്ലോ, പിന്നെ ആ വഴിക്ക് പൊക്കോളാം, കേട്ടല്ലോ? പിഴച്ചവളെ. ഇപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നു. ഇനി ഇതുപോലെ പോകുമ്പോഴത്തേക്ക് ആട്ടുകാർ കാണുന്നുള്ള ചിന്ത നിനക്ക് വേണം. പോയി കഥ പറയേ അങ്ങോട്ട്. ആ പ്രിയമോളെ, എന്താ ഇവിടെ? റാണി ചേച്ചി, ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ താമസിക്കുന്നേ. ചേച്ചി എന്താ ഇവിടെ? ഞാൻ ഇവിടെ അടുത്ത താമസിക്കുന്നത് 1 മാസമായി. എനിക്കൊരു കമ്പനി ജോലിയുണ്ട്. ഇത് ഹസ്ബൻഡ്. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല ചേച്ചി. എത്ര നാളായല്ലേ കണ്ടിട്ട്? ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പേ മോളുടെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. മോളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇടയ്ക്കൊക്കെ അവരെയൊക്കെ ഒന്ന് കാണണം കേട്ടോ മോളെ. പിന്നെ അതുമല്ല, അവരല്ലേ നല്ലൊരു ബന്ധം മോളെ കൊണ്ടുവന്നത്. ചേച്ചി എന്തായാലും ചേച്ചിയുടെ നമ്പർ എനിക്കൊന്നതാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, ഞാൻ വിളിക്കാം ചേച്ചിയെ. വേണ്ട, കണ്ണി കണ്ടവരെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല കേട്ടല്ലേ? ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് കുഞ്ഞിലെ വിട്ട് അറിയാവുന്ന ചേച്ചി, എന്റെ വീടിനടുത്തുള്ളതാ. എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല. മാതാപിതാക്കളുടെ അടുത്തുള്ള സ്നേഹം പാപ്പിച്ചാൽ വന്നേക്കുന്നു. അവര് വിളിക്കുമ്പോ ഞാൻ പിന്നെ എന്തു പറയും? അവരുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം, പിന്നെ ഒന്നും പറയേണ്ടി വരത്തില്ലല്ലോ. അതൊക്കെ മര്യാദ കേടല്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഞാൻ പറയും, അതങ്ങോട്ട് കേട്ടാ മതി, അതേ നടക്കുള്ളൂ. നിങ്ങൾ എന്തിനാ ഈ ഒച്ച വെക്കുന്നേ? നാട്ടുകാരെ കേൾപ്പിക്കാനാണോ? തൻ്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. അയാളുടെ ഒരു കോപ്പിലെ വർക്ക് എന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ സാർ പറ്റിയത്? ഓ, അപ്പൊ എന്താ സംഭവിച്ചതെന്ന് തനിക്കറിയില്ല. എടോ, താൻ ഉണ്ടായി തന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതാ ക്ലയന്റ് വലിച്ചു വാരി ചവിട്ടുകൂട്ടയിൽ എറിഞ്ഞു. ഇത്രയും നാള് വർക്കിന്റെ പേരിൽ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? വെറുതെ കമ്പനിയുടെ പൈസ തിന്നാൻ വേണ്ടി മാത്രം ഒരു താപ്പാന. സാർ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇതിലും കൂടുതൽ മാന്യതയൊന്നും താൻ പ്രതീക്ഷിക്കണ്ട. എടോ, തന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണ്, അല്ലാതെ കമ്പനിയെ കടത്തിലോട്ട് തള്ളിവിടാനല്ല. തനിക്ക് ഈ പണി അറിയില്ലെങ്കിലേ പോയി വല്ല കൂലിപ്പണിയെടുത്ത് ജീവിക്കണം. ഞാൻ എവിടെ പോണോ എന്തിനു പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കണം, കേട്ടല്ലോ? നിങ്ങൾ കൂടുതൽ കൊണ്ട് ഉണ്ടാക്കാൻ വരണ്ട. കുറേ ആയി സഹിക്കുന്നേ. എന്താണ് ലാലേ ഭാഷയ്ക്കൊരു മാറ്റം?
നീ പോടാ. അവ എന്നെ ഭാഷ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ഈ നശിച്ച കമ്പനി ജോലി എനിക്ക് വയ്യ. എനിക്ക് വെളിയിലെത്തരത്തെ എനിക്ക് നിൽക്കാൻ വയ്യ. ഈ കോള് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒഫീഷ്യലായി ഞാൻ മെയിൽ അയച്ചേക്കാം, കേട്ടല്ലോ. വെള്ളം നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ലല്ലോ. ഇന്ന് പുലമ്പാതെ കൊണ്ട് പോടി അങ്ങോട്ട്. വെള്ളം ഒന്നും അല്ല, നീ കെട്ടിയോളല്ലേടി. അതങ്ങനെ രാവിലെ പല്ല് വയ്ക്കാനും ടെറസിന്റെ മുകളിൽ കയറുന്ന ആണുകളെ കാണിക്കണമല്ലോ നമുക്ക്. കിടന്നൊരു തൂപ്പമുള്ളൂ. വേണ്ട, ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിലുണ്ടല്ലോ ഇതിലൂടെ വലിച്ചവരെ കൂട്ടിട്ട് കത്തിക്കിങ്ങ. അതിനെ വിളിക്കാൻ പോലും ഒന്നും കാണൂല. അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ പിഞ്ചിയ ലോക്കൽ സൈഡ് വരാൻ പോകുന്നു മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇനി മേലെ ഞാൻ ഇല്ലാത്ത സമയത്ത് പുറത്തു പോയി കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ആ വഴിക്ക് പൊക്കോളാം, കേട്ടല്ലോ. പിഴച്ചോളാം. എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇന്ന് പുറപ്പാതെ കൊണ്ട് പോടി അങ്ങോട്ട്. വെള്ളം നീ ഇതെങ്ങോട്ടാ? ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ. വീട്ടിലോട്ടോ? ആരോട് ചോദിച്ചിട്ട്? ഞാൻ ആരോട് ചോദിക്കണം? എന്താണ് നിന്റെ സ്വരത്തിനൊരു മാറ്റം? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മതി, നിർത്ത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾ പറയുന്ന കേട്ട് മാത്രം താളം തുള്ളാനേ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യയാണ്. പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു വേലക്കാരിയാ. നിങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കണം, നിങ്ങൾക്ക് കിടക്ക വിരിക്കണം. വേണ്ടാന്ന് പറയാനും പറ്റൂല. അപ്പോൾ നിങ്ങളങ്ങ് ഭർത്താവ് കളിക്കും. എനിക്ക് മതിയായി. കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഒരു മനസ്സമാധാനം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? എന്റെ വീട്ടുകാരോട് നിങ്ങൾക്ക് അറപ്പാ. നിങ്ങൾക്ക് എന്തോ അസുഖമാണ്, ആദ്യം നിങ്ങൾ അത് മാറ്റിയിട്ട് ജീവിക്കാൻ നോക്ക്. ഇന്നലെ വേണമായിരുന്നെങ്കിലേ ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. ഞാനത് ചെയ്യാത്ത എന്തെന്നറിയാമോ? അതെന്റെ മര്യാദ. പിന്നെ എന്റെ വീട്ടുകാരെ കുറിച്ച് കൂടി ഞാൻ ഓർത്തു. എനിക്ക് ഒരു വിലയും തരാത്ത നിങ്ങളോടൊപ്പം ഞാൻ എന്തിനു ജീവിക്കണം? എനിക്ക് മടുത്തു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നോട് മാന്യമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? സ്നേഹത്തോടൊന്ന് പെരുമാറിയിട്ടുണ്ടോ? നിങ്ങൾ ഞാൻ എന്തിനു നന്നാക്കണം? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ അപമാനത്താൽ ജോലി നിർത്തിയില്ലേ, അതുപോലെ ഞാനും അങ്ങ് നിർത്തുക. നിങ്ങളുടെ ഭാര്യ എന്ന ജോലി, അയ്യോ അല്ല, നിങ്ങളുടെ വേലക്കാരി എന്ന ജോലി.